നമസ്തേ, റാപ്പിഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വേഗത്തിൽ. സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കും. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. ജില്ലയിൽ മഴ കുറഞ്ഞതിനാൽ കുട്ടികൾക്കായി ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. അവധിയില്ല, സങ്കടപ്പെടാതെ മടികൂടാതെ എല്ലാവരും സ്കൂളിൽ പോയി നല്ലതുപോലെ പഠിക്കണമെന്ന് കളക്ടർ. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആമയഞ്ചാൻ തോട് മാലിന്യവാഹിനിയായതിന് പിന്നിൽ കയ്യേറ്റങ്ങൾ. പലയിടത്തും വീതി 4-1 കുറഞ്ഞു. നഗരസഭ ഒത്താശ ചെയ്യുന്നതായി വിമർശനം. മാലിന്യ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര യോഗം. ജി സ്റ്റീഫൻ MLA കാറിന് വഴി നൽകാത്തതിന് ഭാര്യയും ഭർത്താവിനെയും മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ സംരക്ഷിച്ച് പോലീസ്. DYFI പ്രവർത്തകർക്കെതിരെ ചുമത്തിയത് ദുർബലമായ വകുപ്പുകൾ. ഭൂരഹിതർക്ക് തണലൊരുക്കി സേവാഭാരതിയുടെ ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതി. ഭൂമി ദാനം ചെയ്യുക. 4 ജില്ലകളിലായി 83 നിർധന കുടുംബങ്ങൾക്ക്. സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രക്തബാങ്കുമായി സഹകരിച്ച് സേവാഭാരതി പാപ്പനംകോട് നഗരസമിതിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാലടി ഹരിശ്രീ റെസിഡൻസ് അസോസിയേഷൻ ഹാളിൽ നടന്ന ക്യാമ്പിൽ 60ഓളം പേർ രക്തദാതാക്കളായെത്തി. ജില്ലാ സെക്രട്ടറി അയ്യപ്പൻ, നഗരസേവാ പ്രമുഖ NS ദിനേശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ അന്വേഷണം നിർണായകമായ ഘട്ടത്തിൽ. ക്രിപ്റ്റോ കറൻസി വഴി സമാഹരിച്ച പണം ഹൈറിച്ച് ഉടമകൾ വിദേശത്തേക്ക് കടത്തിയെന്ന് സൂചന. മണി ട്രേഡിന്റെ തെളിവുകൾ ശേഖരിച്ച സൈബർ സാങ്കേതിക വിദഗ്ധർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നാക്കിയ ഒരാണ്ട്. സംസ്ഥാനമെങ്ങും ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികൾ. പുതുപ്പള്ളിയിൽ പ്രാർത്ഥനയുമായി നിരവധി പേർ. ഉമ്മൻചാണ്ടി എന്ന നന്മയിലാണ് ഇന്നും പുതുപ്പള്ളിയുടെ സ്പന്ദനം. തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ കഴിഞ്ഞ 3 മാസത്തിനിടെ യാത്ര ചെയ്തത് 12.6 ലക്ഷം യാത്രക്കാർ. പ്രതിമാസ ശരാശരി 4 ലക്ഷം പിന്നിട്ടു. ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്തത് ഷാർജയിലേക്കും ബംഗളൂരുവിലേക്കും. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 10.38 ലക്ഷമായിരുന്നു. മഞ്ഞപ്പിത്തത്തിനും H1N1 പിന്നാലെ മലപ്പുറത്ത് ആശങ്കയായി മലമ്പനിയും. കലിതുള്ളി പേമാരി എത്തുമ്പോൾ പകർച്ചവ്യാധികളും പിന്നാലെയുണ്ട്. ആരോഗ്യവകുപ്പ് ജില്ലയിൽ ജാഗ്രത നിർദ്ദേശം നൽകുന്നതല്ലാതെ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം. ഗുരുതര ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത മുൻ MLA ജോർജ് M. തോമസിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ CPM. സസ്പെൻഷൻ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്നാണ് പാർട്ടി നീക്കം. ഇടുക്കി കട്ടപ്പനയിൽ SBIയുടെ ATMകളിലേക്ക് കൊണ്ടുവന്ന പണത്തിൽ തിരിമറി. 25 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. സ്വകാര്യ ഏജൻസി ജീവനക്കാരായ 2 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. മിസ് യൂണിവേഴ്സൽ പെറ്റീറ്റ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം ചൂടി കർണാടകക്കാരി ഡോക്ടർ ശ്രുതി ഹെഗ്ഡെ. 2018 മിസ് ധർവാഡയായി ശ്രുതി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ശ്രുതി കന്നഡ സിനിമയിലും സജീവമാണ്. 5 അടി 6 ഇഞ്ചിൽ താഴെ ഉയരമുള്ള സ്ത്രീകൾക്കായി 2009 ആരംഭിച്ചതാണ് ഈ സൗന്ദര്യ മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യ തലസ്ഥാനത്ത് BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. BJP ആസ്ഥാനത്ത് എത്തിയാണ് പ്രവർത്തകരെ കാണുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്നലെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ട്രംപിന് നേരെ വെടിയുതിർത്ത അക്രമിയെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. അക്രമി മാനസിക രോഗലക്ഷണങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിരുന്നതായും സൂചന. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിർദ്ദേശം ചെയ്ത JD വാൻസ് മിൽവോക്കിയിൽ ആദ്യ ജനകീയ അഭിസംബോധന നടത്തും. ഒരിക്കൽ കൂടി അമേരിക്കയെ ശക്തമാക്കുക എന്നതാണ് ഇന്നത്തെ കൺവെൻഷന്റെ ആശയം.
മിൽവോക്കി കൺവെൻഷന്റെ അവസാന ദിനമാണ് ഇന്ന്. US പ്രസിഡന്റ് ജോ ബൈഡന് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചതോടെ പൊതുപരിപാടികൾ റദ്ദാക്കി ബൈഡന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരുന്നതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് പിന്തുണയുമായി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനും സ്പേസ് എക്സ് സ്ഥാപകനുമായ ഇലോൺ മസ്ക്. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് എല്ലാ മാസവും $45 മില്യൺ നൽകാനാണ് ഇലോൺ മസ്ക് പദ്ധതിയിടുന്നതെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. യുക്രൈന് സൈനിക സഹായം നൽകാനുള്ള പദ്ധതിയുമായി ജർമ്മനി. അടുത്ത വർഷം സൈനിക പിന്തുണ നൽകാനാണ് നീക്കം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ജർമ്മനിയുടെ നീക്കം. കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിലെ സുപ്രധാന പോലീസ് ചെക്ക് പോസ്റ്റിന് സമീപത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും 9 മൃതദേഹങ്ങൾ കണ്ടെത്തി. പ്രതിയെന്ന് സംശയിക്കുന്ന കോളിൻസ് ജുമൈസി ഖലൂഷയെ 3 ദിവസത്തിനു ശേഷം സമീപത്തെ ബാറിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. തന്റെ ഭാര്യയെ ഉൾപ്പെടെ 42 സ്ത്രീകളെ കൊലപ്പെടുത്തിയതായി ഇയാൾ കുറ്റസമ്മതം നടത്തിയെന്ന് പോലീസ് പറയുന്നു. മെറ്റ എഐക്ക് പിന്നാലെ കൂടുതൽ ഫീച്ചറുകൾ വാട്സപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമം. ആപ്പിൾ നേരിട്ട് ഫോട്ടോകളിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഫീച്ചറാണ് മെറ്റ എഐ വാഗ്ദാനം ചെയ്യുന്നത്. ഫോട്ടോകൾക്ക് മറുപടി നൽകാനും അവ എഡിറ്റ് ചെയ്യാനും മെറ്റ എഐ അനുവദിക്കുന്നതിനുള്ള ഒരു ഫീച്ചർ കൊണ്ടുവരാനാണ് വാട്സപ്പിന്റെ നീക്കം. സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ ഫീച്ചർ അവതരിപ്പിച്ചു. ഒരൊറ്റ റീലിൽ തന്നെ 20 ഓഡിയോ ട്രാക്കുകൾ ആഡ് ചെയ്യാനുള്ള സംവിധാനമാണ് ഇൻസ്റ്റ ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതോടെ ഒന്നിലേറെ ഗാനങ്ങൾ ഒരൊറ്റ റീലിൽ എഡിറ്റ് ചെയ്ത് കൂടുതൽ ആസ്വാദികരമാക്കാൻ കഴിയും. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സമൂഹ മാധ്യമമായ എക്സിൽ ഡിസ്ലൈക്ക് ബട്ടൺ കൂടി അവതരിപ്പിച്ചേക്കും. യൂട്യൂബിന് സമാനമായ ഡിസ്ലൈക്ക് ബട്ടണായിരിക്കും ഇതെന്നാണ് സൂചന. എക്സിലെ പോസ്റ്റുകളോടും കമന്റുകളോടുമുള്ള എതിർപ്പും ഇഷ്ടക്കേടും അറിയിക്കാൻ പുതിയ ബട്ടണോടെ ഉപഭോക്താക്കൾക്ക് സാധിക്കും. മോട്ടറോളയുടെ മോട്ടോ G85 5G ഇന്ത്യൻ വിപണിയിലെത്തി. സ്നാപ്ഡ്രാഗൺ 6S ജനറേഷൻ 3 ചിപ്സെറ്റിൽ വരുന്ന ഈ സ്മാർട്ട് ഫോണിന്റെ വേരിയന്റുകൾ 12 GB റാമിൽ വരെ ലഭ്യമാണ്. മികച്ച ക്യാമറയും ബാറ്ററിയും ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനവും ഉൾപ്പെടുന്നതാണ് മോട്ടോ G85 5G. സൂഖ് വാഖിഫ് സംഘടിപ്പിക്കുന്ന 9ാമത് പ്രാദേശിക ഈന്തപ്പഴ പ്രദർശനത്തിന് ജൂലൈ 23 മുതൽ തുടക്കമാകും. ദോഹയിലെ സൂഖ് വാഖിഫിൽ സംഘടിപ്പിക്കുന്ന പ്രദർശനം ഖത്തറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യത്യസ്ത ഇനങ്ങളിലുള്ള ഈന്തപ്പഴത്തിന്റെ ഏറ്റവും വലിയ പ്രദർശനം കൂടിയാണ്. ചന്ദ്രനിൽ വാസയോഗ്യമായ ഗുഹയുള്ളതായി ശാസ്ത്രജ്ഞർ. 1969 നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്രനിലിറങ്ങിയ പ്രശാന്തിയുടെ കടൽ എന്ന ഭാഗത്ത് നിന്ന് 400 കിലോമീറ്റർ മാറിയാണത്. ഇത്തരത്തിൽ വാസയോഗ്യമായ 100 കണക്കിന് ഗുഹകൾ ചന്ദ്രനിലുണ്ടാകാമെന്നും അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ രൂപം കൊണ്ട ഇവ ചന്ദ്രനിലെത്തുന്നവർക്ക് ഗവേഷണത്തിനുള്ള താവളമായി ഉപയോഗിക്കാനാകുമെന്നും നേച്ചർ അസ്ട്രോണമി ജേണൽ പ്രസിദ്ധീകരിച്ചു. സൗരയൂഥത്തിന് പുറത്തുള്ള 6 ഗ്രഹങ്ങളെ നാസ കണ്ടെത്തി. ഇതിൽ ഒന്ന് വ്യാഴത്തേക്കാൾ വലിപ്പമുള്ളതും സൂര്യനേക്കാൾ 40 മടങ്ങ് വലിപ്പവുമുള്ള നക്ഷത്രത്തെ ഭ്രമണം ചെയ്യുന്നതാണ്. ഇതോടെ സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളുടെ എണ്ണം 5502 ആയി. ഭൂമിയെ ലക്ഷ്യമാക്കി കുതിച്ച ചിഹ്നഗ്രഹം. 67 മീറ്റർ നീളമുള്ള NF 2024 എന്ന ചിഹ്നഗ്രഹമാണ് ഭൂമിക്ക് നേരെ പാഞ്ഞടുക്കുന്നത്. മണിക്കൂറിൽ 73,055 കിലോമീറ്റർ വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരം. ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാര ദിശ മനസ്സിലാക്കി വരികയാണെന്ന് നാസ അറിയിച്ചു. കാനഡയ്ക്കും ഗ്രീൻലാൻഡിനും ഇടയിലായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു ചെറുകര കണ്ടെത്തി ഗവേഷകർ. ഡേവിഡ് സ്ട്രേറ്റ് പ്രോട്ടോ മൈക്രോ കോണ്ടിനെന്റ് എന്നാണ് ഇതിന് പേര് നൽകിയിട്ടുള്ളത്. ഗ്രീൻലാൻഡിന്റെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് അകലെയായി മുങ്ങിയ നിലയിലാണ് ഈ ചെറുകര സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഭ്രമണത്തിൽ മാറ്റം വരുന്നതായി ഗവേഷകർ. കാലാവസ്ഥാ വ്യതിയാനം കാരണമാണ് ഭൂമിയുടെ ഭ്രമണം മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് പുതിയ പഠനം വെളിപ്പെടുത്തുന്നു. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുകയും ജലം ഭൂമധ്യരേഖയിലേക്ക് ഒഴുകുകയും ചെയ്യുന്നത് ഭൂമിയുടെ പിണ്ഡത്തിന്റെ വിതരണത്തിൽ മാറ്റം വരുത്തുകയും അച്ചുതണ്ടിന്റെ ജഡത്വം വർദ്ധിപ്പിക്കുകയും ഭ്രമണത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ബാങ്കോക്കിലെ ആഡംബര ഹോട്ടലിൽ മരിച്ച 6 പേരുടെ ശരീരത്തിൽ നിന്ന് സൈനൈഡിന്റെ അംശം കണ്ടെത്തി. ഇവർ ഉപയോഗിച്ച ചായ കപ്പുകളിൽ സൈനൈഡിന്റെ അംശം ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു. മരിച്ചവർക്ക് വൻ കടബാധ്യത ഉള്ളതായും കണ്ടെത്തി.
രാജ്യത്തിന്റെ ഭാവി വളർച്ചാ നിരക്ക് 0.2% ഉയർത്തിയ അന്താരാഷ്ട്ര നാണയനിധി. 24 മുതൽ 25 വർഷത്തെ വളർച്ചാ നിരക്ക് 7% ഉയർത്തി. 25-26 സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ച 6.5 തുടരും. ഒമാൻ മസ്കത്തിലെ പള്ളിക്ക് സമീപമുണ്ടായ വെടിവയ്പിൽ മരിച്ച ഭാരതീയന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. ആക്രമണത്തിൽ പരിക്കേറ്റ 3 ഭാരതീയരെയും എംബസി ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. വെടിവയ്പിൽ 9 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഒമാൻ തീരത്ത് മുങ്ങിയ കപ്പലിൽ നിന്ന് 8 ഇന്ത്യക്കാരെ അടക്കം 9 പേരെ രക്ഷിച്ചു. കപ്പൽ മറിഞ്ഞ 13 ഇന്ത്യക്കാരുൾപ്പെടെ 16 ജീവനക്കാരെ കാണാതായിരുന്നു. ഒമാന്റെ പ്രധാന വ്യവസായ തുറമുഖമായ ദുഖമിലെ റാസ് മധുരയിൽ നിന്ന് 25 നോട്ടിക്കൽ മൈലിലാണ് കപ്പൽ മറിഞ്ഞത്. ദുബായിൽ നിന്ന് യമൻ തുറമുഖമായ എഥനിലേക്ക് പുറപ്പെട്ട പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. മാരിടൈം അധികൃതരുമായി ഏകോപിപ്പിച്ച് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഏപ്രിൽ മാസം പെയ്ത റെക്കോർഡ് മഴയിൽ കേടായ വീടുകൾക്ക് അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യമായ തുക ഉടൻ നൽകണമെന്ന് നിർദ്ദേശിച്ച് ഷാർജ ഭരണാധികാരി. നഷ്ടപരിഹാര തുക 50,000 ദിർഹമായി ഉയർത്തിയിട്ടുണ്ട്. ദുബായ് സമ്മർ ഫെസ്റ്റിവൽ 2024 ഭാഗമായി ദുബായ് വിമാനത്താവളത്തിൽ കുട്ടികൾക്ക് വർണ്ണാഭമായ വരവേൽപ്പ് നൽകി. എയർപോർട്ട് ടെർമിനൽ 3-ൽ എത്തിയ കുട്ടികളെ സമ്മാനങ്ങളും പൂക്കളും നൽകി സ്വാഗതം ചെയ്തു. ദുബായ് താമസ കുടിയേറ്റ വകുപ്പും ദുബായ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമി ആൻഡ് ടൂറിസവും ചേർന്നാണ് ഈ വരവേൽപ്പ് ഒരുക്കിയത്. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളുമായി യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. സ്ഥിരീകരിച്ച ടിക്കറ്റ് ഉടമകളുടെ യാത്രാനുഭവം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. റിസർവ് ചെയ്ത കമ്പാർട്ട്മെന്റുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി യാത്ര ചെയ്യുന്നത് കണ്ടെത്തിയാൽ പിഴയും യാത്രക്കാരെ ഇറക്കാനുള്ള സാധ്യതയുമുണ്ട്. വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന 22,000 പാഠപുസ്തകങ്ങൾ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള പദ്ധതി UGC തയ്യാറാക്കി. അമിസ്ത എന്ന പദ്ധതി കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് മൂർത്തി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ വെള്ളിയാഴ്ച ചുമതലയേൽക്കും. കളക്ടറായിരുന്ന VR കൃഷ്ണതേജ ഇൻഡസ്ട്രിയൽ ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം. അർജുൻ പാണ്ഡ്യൻ നിലവിൽ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറായും ലേബർ കമ്മീഷണറുമാണ്. വ്യാപാരി വ്യവസായി സമിതി സ്ഥാപക നേതാവും തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റുമായ ബിന്നി ഇമ്മട്ടി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ഹൃദയരോഗത്തിന് കൊച്ചിയിൽ ചികിത്സയിലായിരുന്നു. വ്യാപാരി വ്യവസായി സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. CPM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ സൂപ്പർ താരം സ്മൃതി മന്ധാനയ്ക്ക് ഇന്ന് 28ാം ജന്മദിനം. 16ാം വയസ്സിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ അരങ്ങേറിയ മന്ധാന ഇന്ന് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്വുമൺ ആണ്. രണ്ടാം പ്രീ സീസൺ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ജയം. തായ്ലാൻഡ് ടീമായ സമുദ് പ്രകാൻ സിറ്റിയെ നേരിട്ട ബ്ലാസ്റ്റേഴ്സ് 1-നെതിരെ 3 ഗോളുകൾക്കാണ് വിജയിച്ചത്. ബ്ലാസ്റ്റേഴ്സിനായി കോമ പെപ്രെ, ഇഷാൻ പണ്ഡിത, മുഹമ്മദ് ഷാഹിദ് എന്നിവരാണ് ഗോളുകൾ നേടിയത്. ഒളിമ്പിക്സിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉദ്ഘാടന ചടങ്ങിനും നീന്തൽ മത്സരങ്ങൾക്കും വേദിയാകേണ്ട പാരീസിലെ സെൻ നദിയിൽ നീന്തി വാക്കുപാലിച്ച് പാരീസ് മേയർ ആൻ ഹിഡാൽഗോ. മാലിന്യമായി കിടന്നിരുന്ന സെൻ നദി ഒളിമ്പിക്സിന് മുമ്പ് വൃത്തിയാക്കുമെന്ന് മാസങ്ങൾക്ക് മുൻപേ മേയർ പ്രഖ്യാപിച്ചിരുന്നു. റാപ്പിഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ പ്രദീപ് പിള്ളയിലേക്കും ദേവികയിലേക്കും.